അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെല്ലാനത്ത് മീൻ പിടിക്കാൻ പോകണയാണ്. ചെല്ലാനത്ത് മീൻ പിടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര സംഭവമായിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ ചെല്ലാനത്ത് മീൻ പിടിക്കാൻ പോയിട്ട് ആകപ്പാടെ പ്രശ്നമൊക്കെ ആയി. പിന്നെ അത് മൊത്തം പ്രശ്നമായി. നമ്മുടെ ബൂംബാങ് ബ്രോ ഒക്കെ ഉണ്ടായിരുന്നു, പുള്ളി അത് ഒരു വീഡിയോ ഒക്കെ ഇട്ട് അത് എല്ലാവരും ഏറ്റുപിടിച്ച് കുറേ അതിനെ ചാരി കുറേ വീഡിയോസ് വന്ന് പിന്നെ നാട്ടുകാരെ തെറി വിളിയായി. അങ്ങനെ കുറേ ഇഷ്യൂ ആയിട്ടുള്ള അതേ സ്ഥലത്താണ് ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോണത്. നമ്മുടെ ചെല്ലാനം വേളാങ്കണ്ണി പള്ളിയുടെ സ്ഥലത്ത് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോണേടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോണേന്നും അല്ലേടാ, മീൻ പിടിക്കാനുള്ള ആഗ്രഹമുണ്ട്. പിന്നെ അതോടൊപ്പം അന്നത്തെ പ്രശ്നത്തിന് ശേഷം നമ്മുടെ ചെല്ലാനത്തുള്ള കുറേ അധികം സുഹൃത്തുക്കൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ല എന്നും പറഞ്ഞിട്ട്. കാര്യം ചെല്ലാനത്തുള്ള 3, 4, 5, 6 ആൾക്കാർ ചെയ്ത ഒരു സംഭവത്തിലാണ് സംഭവം കാരണമാണ് അന്നത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് മീൻ പിടിക്കാൻ പോവാം. പിന്നെ ചെല്ലാനത്തെ കുറേ സുഹൃത്തുക്കൾ നമ്മളെ സ്നേഹത്തോടെ വിളിക്കുകയും ചെയ്തു, നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നെന്തായാലും എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പാടില്ല. ഞാനിപ്പോൾ റോച്ചനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. റോച്ച വന്നു കഴിഞ്ഞാൽ ഞാനും റോച്ചയും കൂട്ടിയിട്ട് നേരെ പോയിട്ട് ചെല്ലാനത്ത് അതേ സ്പോട്ടിൽ മീൻ പിടിക്കാൻ പോകണം കേട്ടോ. എടാ ഒരു മാസം എൻട്രി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ രക്ഷയില്ലല്ലേ, ഇവൻ ഓടിക്കളയാണല്ലേ. നമ്മൾ ചെല്ലാനത്ത് പോയിട്ട് നമ്മൾ മീൻ പിടിക്കണം. മറ്റേ അപരാധം പിന്നെയും ചെയ്യാൻ പോണ്. മീൻ പിടിക്കണല്ലേ നമ്മൾ ചെയ്യണ ഏറ്റവും വലിയ അപരാധം. കഷ്ടപ്പെട്ട് മീൻ പിടിക്കണ പ്രതീക്ഷിക്കല്ലേ. അതെ അതെ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്? അതെ, നമ്മള് സമാധാനം. അതെ, പ്രശ്നത്തിന് നമുക്ക് ഒരു താല്പര്യമില്ല. ഞങ്ങളാണെങ്കിൽ സമാധാനത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. റോച്ചയൊക്കെ നേരെ ബൈക്കിന് വിട്ടിട്ടുണ്ട്. ഞാനും പവിൻകുട്ടനാട്ടോ കൂടെ ഉള്ളതെന്ന്. പവിൻകുട്ടൻ എന്താ ഇവിടെ ഇപ്പം ഉണ്ട്, കാണാൻ പറ്റും. ഇതാണ് ചെല്ലാനം വേളാങ്കണ്ണി പള്ളി കേട്ടാ. ഈ പള്ളിയിലേക്ക് കയറാൻ പോലെയാണ്. അപ്പോൾ വേളാങ്കണ്ണി പള്ളി എന്ന് പറയുമ്പോൾ ഈ അന്നത്തെ വീഡിയോ എടുത്ത താഴെ കുറേ പേര് ചോദിച്ചായിരുന്നു വേളാങ്കണ്ണി പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങ് തമിഴ്നാട്ടിലല്ലേ എന്ന്. പക്ഷേ അങ്ങനെ തമിഴ്നാട്ടിലത് മെയിൻ വേളാങ്കണ്ണി പള്ളി. ഇത് നമ്മുടെ ഇവിടെയുള്ള ഒരു കുഞ്ഞു വേളാങ്കണ്ണി പള്ളി കേട്ടാ. അത്യാവശ്യം നല്ല ഭംഗിയൊക്കെയാണ്, ചെറിയ പള്ളിയാണ്. വൈകുന്നേരം നല്ല കാമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഉണ്ടായത്. കണ്ടാ, ഇതാണ് ആ പള്ളി. ഇതാണ് ഞങ്ങൾ പറഞ്ഞ വേളാങ്കണ്ണി പള്ളി. വണ്ടി ഇവിടെ തന്നെ ഇടാം. വണ്ടി ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ക്യാമറ ഉള്ള സ്ഥലത്തിടണം. അല്ലെങ്കിൽ റോജ ഒരു ക്യാമറ കാണിച്ചു തന്നെ അവിടെ കൊണ്ട് വണ്ടി ഇടാനായിട്ടാ. ആണ് പള്ളിയിൽ ഇവിടെ തന്നെ ഇടാം, അപ്പോൾ കുഴപ്പമില്ല. കുറച്ച് ഒറ്റപ്പെട്ട സ്ഥലത്തോട്ട് കൊണ്ടുവന്നാൽ മതി. ഇതാണ് ഡെൻസൺ ചെല്ലാനോ കേട്ടാ. ഈ പ്രശ്നം നടന്നതിന് ശേഷം ഉണ്ടല്ലോ, നമ്മളെ ഏറ്റവും ആദ്യം കോണ്ടാക്ട് ചെയ്തത് ഡെൻസൺ ആണ് കേട്ടാ. എന്താണ് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതിന്നല്ലേ കടന്നു വെച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ കയറി ഞങ്ങളൊക്കെ തീർന്നു പോകും എന്നുള്ള രീതിയിൽ നിൽക്കണായിരുന്നു. അപ്പോഴേക്കും എനിക്കാകെ ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് എടുത്തിട്ട് ലൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട്, എന്നിട്ട് ഇതെല്ലാം ലൈവായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുറത്തെ സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് പ്രതികരണം ഉണ്ടായി, സപ്പോർട്ട് ഉണ്ടായി. ഒരു സ്വാഭാവികം ഞാൻ പറഞ്ഞല്ലോ, ഒരു ദുഃഖത്തിന്റെ ഇമോജിൻ വരെ ഇട്ട ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ സന്തോഷിച്ചു. കാര്യം എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇത് വരുമ്പോൾ വന്ന് കാണാൻ നേരത്തെ സന്തോഷവും. ഒരു 400 കോടി രൂപ മുടക്കിയാണ് ഇതിപ്പോൾ ഇത്രയും ചെയ്തേക്കണത്. നമ്മൾ രണ്ടാമത് ഒരു പ്രശ്നവുമില്ല എന്ന് വെച്ചാൽ ഊരാളുകൾ പോലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഇത് കോൺട്രാക്ട് എടുത്തൊരു കമ്പനിയായി, അവർ പോലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം എല്ലാവരുടെയും ഒരു സഹകരണം പ്രാർത്ഥന എല്ലാം കൊണ്ട് ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. ടൂറിസത്തിന്റെ സെറ്റപ്പിലാണെങ്കിലും നല്ല സെറ്റായിട്ട് തന്നെ സ്ഥലവും കൂടി. ചെല്ലാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് ആസ്വദിക്കാൻ പറ്റി ഏറ്റവും നല്ല സ്പോട്ടായിട്ട് മാറുന്ന സമയമാണ്. കാര്യം ഒരു എത്ര കിലോമീറ്റർ നീളമുള്ള വാക്ക് വേണമുള്ളത്? ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ നീളത്തിൽ വൈകുന്നേരം നല്ല കടൽക്കാറ്റും നല്ല സൂര്യനസ്തമയ കാഴ്ചകളെ കൊണ്ട് നടക്കാൻ പറ്റിയ, ഉടനെ തന്നെ ഭയങ്കരമായിട്ട് ടൂറിസത്തിൽ പൊങ്ങാൻ പോണ ഒരു സ്ഥലമാണ് ഈ പറയുന്ന ചെല്ലാനം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇത് ലോകം മൊത്തം അറിയണം. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ വെച്ച് പോലെയൊക്കെ തന്നെ ഇതിന്റെ ഡെവലപ്പാകണം. അന്നും ഈ പറഞ്ഞ വളരെ കുറച്ച് ആൾക്കാർ, അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെയോ ഉള്ളില് ചെറിയ ഉണ്ടായിട്ട് വന്നതാണ്. മാറി വരും. കാരണം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്,
കൂടിയല്ല ജനിക്കുന്നത്, കൂടി എന്നൊക്കെ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കണ സമയത്ത് നമ്മളെ എടുക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടാവും. നമ്മൾ മരിക്കണ സമയത്ത് നമ്മളെ പൊക്കിക്കൊണ്ട് പോകാൻ ആൾക്കാരുണ്ടാവും. അതിന്റെ ഇടയ്ക്ക് കുറച്ച് സമയമാണ് നമ്മ ഇങ്ങനെ നിക്കണത്, ഈ സന്തോഷമായിട്ട് നിൽക്കണത്. ആ സമയത്ത് നമ്മ പുറത്തുള്ളവരെ ചവിട്ടിക്കളയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും എന്താ പറഞ്ഞ ഒരു മുന്തിയ പരിപാടിയാണ്. അതേപോലെ തന്നെയാണ് ഈ കടലിന്റെ കാര്യം തന്നെ. കടലെല്ലാം ഇടിഞ്ഞു കഴിഞ്ഞപ്പോ പൊതിച്ചോറ് വേണം, അതേപോലെ തന്നെ ഈ എന്താണ് സഹായിക്കണം, രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ ആൾക്കാര് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ ഒരുമാതിരി ചവിട്ടി ആൾക്കാരെ ചവിട്ടിക്കളന്ന ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടി ഇവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചപ്പോ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള സംഭവം. നമ്മളിവിടെ വന്നപ്പോ ആദ്യം തന്നെ നമ്മളെ വെൽക്കം ചെയ്തേക്കാം. പിന്നെ നിന്നൊരു കാര്യം പറയാനുണ്ട്, നീ പോയിട്ട് മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ല, ഇതേ മാതാവിന്റെ അടുത്ത് തന്നെയാണ് മറ്റവരും പ്രാർത്ഥിക്കണേന്ന് കൂടി ഓർത്തേക്കണം. ആരുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് പറ. അതല്ല, കടല് ശരിക്കും പറഞ്ഞാൽ ആരുടെ സ്വന്തമൊന്നുമല്ല. നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ ശരിക്കും കഷ്ടപ്പെടാനും കടലിലേക്ക് ഇറങ്ങി ചെല്ലാനും. അപ്പൊ കൂടുതൽ കഷ്ടപ്പെടണവന് അതനുസരിച്ചിട്ടുള്ള റിസ്ക് എടുക്കണവന് അതനുസരിച്ചിട്ടുള്ള സാധനം കിട്ടും. അതിനകത്ത് നമ്മീ നോക്കി നിന്നിട്ട് കുശുമ്പ് കാണിക്കണ ശോകം പരിപാടിയിൽ ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടാ. ഇപ്പം ഞാനും റോച്ച അല്ലെങ്കിൽ ഇങ്ങനെ വളരെ കുറച്ച് പേരാണ് ഇപ്പോൾ സ്പിയർ ഫിഷിങ് ചെയ്യണത്. ഇപ്പം സ്പിയർ ഫിഷിങ് എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കണ പണിയെന്ന് പറഞ്ഞാൽ നിസാര പണിയല്ല. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഓക്സിജൻ സിലിണ്ടർ ആ കാര്യങ്ങളൊന്നും കൊണ്ടുപോകണില്ല. നമ്മൾ ഇതിന് ഫ്രീ ഡൈവിംഗ് എന്ന് പറയണം. നമ്മൾ നോർമൽ ബ്രീത്തിൽ പോയിട്ട് വെള്ളത്തിലടിയിൽ നമ്മളെക്കാളും വെള്ളത്തിലടിയിൽ നല്ല ശേഷിയുള്ള മീനുകൾ, നീന്താനും ശ്വസിക്കാനും ഒക്കെ കഴിവുള്ള മീനുകളെയാണ് നമ്മൾ വേട്ടയാടുന്നത്. അപ്പോൾ ഈ കടലിലാണെന്നുണ്ടെങ്കിൽ ബോട്ടും വലിയ ബോട്ടുകളും വള്ളങ്ങളും കപ്പലുകളൊക്കെ വലിയ വലിയ സാങ്കേതിക വിദ്യകളുമായിട്ട് മീൻ പിടിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഈ കമ്പിയുമായിട്ട് പോയി 2 മീനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഈ കടലിന്റെ ആവാസ വ്യവസ്ഥ തകർന്നു പോകുമെന്ന് പറയണതിനാണ്. അതെ, അത് നമ്മൾ മീനെ ഏതാണ് മീനെന്ന് കണ്ടുപിടിച്ചാൽ അതിനെ കൊണ്ട് ഈ കടലിന്റെ ആവാസ വ്യവസ്ഥ തകർന്നു പോകുമെന്ന് പറയണത്. തകർന്നു പോകുമെന്ന് പറയണ ആ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് വളരെ എന്താ പറയണ, അത് വളരെ ക്രൂഡായിട്ട് ജനിക്കണം. അങ്ങനെയല്ല, എന്തെനിക്ക് തോന്നണേ, ഇത് ഒരിക്കലും ഈ ചേട്ടന്മാരുടെ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചേക്കണതാണ്, തെറ്റിദ്ധരിപ്പിച്ചേക്കണതാണ്. അല്ലാതെ അവർക്കൊരിക്കലും അത് ചിന്തിക്കാൻ ഈ വള്ളത്തിന്റെ വലയെന്ന് വെച്ചാൽ ഇങ്ങനെ കിലോമീറ്റർ അടിക്കുന്ന വലയാണ്. ആ പരിസരത്തുള്ള സകല മീനും. പിന്നെ ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം പറയണത് മറ്റേ വലുതാകാത്ത ചെറിയ മീനുകളെ പിടിക്കണമെന്നും പറഞ്ഞ് ഇപ്പൊ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഈ വലയുടെ കണ്ണികളൊക്കെ തന്നെ വളരെ ചെറുതാക്കിക്കൊണ്ട് കുഞ്ഞു മീനുകളൊക്കെ പിന്നെ പിടിക്കണ ഒരു സാഹചര്യമൊക്കെ ഇപ്പൊ ഈ സമയത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണം. ഉച്ചക്ക് ഞങ്ങൾ പെർമിഷൻ വേണ്ട, നാട്ടുകാർ പെർമിഷൻ വേണ്ടേ? ഇത് ജെനിലിട്ടാ. ജെനില് അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാണ് മീൻ പിടിക്കാനായിട്ട് പോകുമ്പോ. അങ്ങനെ വഴികാട്ടിയായിട്ട് ജെനിലാണല്ലേ. അന്ന് വീഡിയോയിൽ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ മീൻ പിടിച്ചപ്പോൾ തൊട്ട് ജെനിൽ നമ്മുടെ എപ്പോഴും കൂടെ മീൻ പിടിക്കാനുള്ളതാണ്. അപ്പം ചെല്ലാർത്ത് തൊട്ടപ്പുറത്ത് തന്നെയാണ് ജെനിൽ എപ്പോഴും കടലിനെ തന്നെ ചൂണ്ടായിട്ടിരിക്കുന്ന ആളാണ്. അതെ, ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു ജെനിലെ പന്നം കേട്ടാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം രാവിലെ റെഡി. നീ എണീറ്റതല്ല, പല്ലൊക്കെ വെച്ചാ ഫുഡൊക്കെ കഴിച്ചാ. എന്നാൽ ശരി, കുറച്ചേരം വെയിലോടാം. വെള്ളം ക്ലിയർ ആണ്, ഇറങ്ങിയിട്ടില്ല, ഞാൻ കഴുകണായിരുന്നു. അതൊക്കെ വലിയ കുഴപ്പമില്ല. ജെർവിനേട്ടാ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ അടുത്തുള്ളവരെല്ലാരും എന്റെ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ അന്നെന്തോ അബദ്ധത്തിലൊക്കെ സംഭവിച്ചു പോയതാണ്. അത് എന്താ പറയുക, കുറച്ച് ആൾക്കാരുടെ പ്രശ്നമല്ലേ, നാടിന്റെ മൊത്തത്തിലുള്ള പ്രശ്നമൊന്നുമല്ല, അല്ല കുറച്ച് ആൾക്കാരുടെ മാത്രം പ്രശ്നമാണ്. നമ്മൾ ആ സംഭവം വീഡിയോ ആയിട്ട് കണ്ടല്ലോ, ബൂം ബാങ്കിന്റെ ആണെങ്കിലും സൈജ് ബാങ്കിലും വീഡിയോ കണ്ടപ്പോഴേ നമുക്ക് എല്ലാവർക്കും വിഷമമായി. അപ്പൊ അന്നോട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളെ വിളിച്ചു വരുത്തി വിടാതെ
ചെയ്യിക്കണമെന്നുള്ളത്. അപ്പൊ ഇന്നിപ്പോ ഓരോരുത്തരായിട്ട് നമ്മൾ പറഞ്ഞേക്കണവരെല്ലാരും ഓരോരുത്തരായിട്ട് വരണുണ്ട്. വേറെ പ്രത്യേകിച്ച് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവന്റെ അഭിനയം ബോറായിരുന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ താങ്ക്സ്. ഓക്കെ ശരി. ഞാൻ പോയി നോക്കട്ടെ. വെള്ളം കലയും കിടക്കണേ. എന്നാലും വെറുതെ എല്ലാം അടിക്കോ വല്ലത് ഞാൻ രക്ഷയില്ലെന്ന് കച്ചവടം ഇങ്ങടെ ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എടാ ഞാൻ നിങ്ങളോട് ഇറങ്ങാന്നൊക്കെ ഇരിക്കുന്നതാ. പക്ഷേ എനിക്ക് അത്യാവശ്യം അവളുടെ ആശുപത്രി പോകണം. അതാണ് കാര്യം. നീ അടുത്ത ദിവസം പറഞ്ഞു ആശുപത്രിയില്ല. ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള പരിപാടിയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇറങ്ങാൻ. എടാ ഞങ്ങൾ ഇവിടെ എപ്പോഴും കുളിക്കണ നീ എന്തുകൊണ്ടിരിക്കണം? ഞാൻ നേരത്തെ ലൂറോടക്കാൻ നേരത്തില്ലേ ചെറിയ വിളിക്കും. ഈ കടൽ ഭിത്തിയില്ലേ അത് ഇവിടെ നിന്നില്ലേ ഇങ്ങോട്ട് കടലിൽ ഇറങ്ങിയേക്കുന്നില്ലേ? ഞാൻ ആദ്യം ഇറങ്ങിയാണ്. അല്ല ചോദിച്ചു ജെർവിന്റെ ഉണ്ടല്ലോ. ജെർവിൻ നമ്മുടെ വീഡിയോയിലൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ജെർവിന്റെ പെങ്ങളുടെ കല്യാണ വീഡിയോ നമ്മൾ ചെയ്ത് കുടല് കറി. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ജെർവിൻ അപ്പം മനസ്സിലാവും. നാളിപ്പോ വണ്ണൊക്കെ വെച്ച് കുടല് കറിയൊക്കെ തിന്ന സീൻ. ഞാനൊന്ന് നോക്കട്ടെ. പള്ളി പോണം. ഞാൻ വിളിച്ചേക്കാം. എന്തായാലും വിളിച്ചേക്കാം. സോളിച്ചോട് ഞാൻ പറഞ്ഞു ഈ കാര്യം എന്താണ് ഇതുപോലെ പ്രശ്നം ഉണ്ടാകുന്നില്ല. നമുക്ക് എല്ലാവർക്കും നാണക്കേടായ കാര്യമുള്ളത്. അപ്പൊ അത് വന്നിട്ട് വന്നാന്ന് പറയും. ഹോസ്പിറ്റലിൽ പോകണ്ട പോകണം. അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഓക്കെ എന്തിനും പോകുന്ന ജനലില്ലേ അവന് ആദ്യം വാലുമ്പൊക്കെ ഓടും. നമ്മളിവിടെ നിൽക്ക്. നിങ്ങളുടെ ഇതെന്തൊരു കണ്ടി കൊടുത്തു. ഓക്കെ കാണാം. ഞങ്ങൾ മീൻ പിടിച്ച് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വെള്ളം ഭയങ്കര മോശമായിരുന്നു. കല്ലങ്ങി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ് ഹാർബർ കേട്ടോ. വെള്ളാങ്കണ്ണിപ്പള്ളിയുടെ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഇല്ലേ വെള്ളം ഇതിലേക്ക്. ഒരു 4 കിലോമീറ്റർ 4 കിലോമീറ്റർ സ്ഥലത്ത് ഇപ്പുറത്താണ് തെക്കുവശത്താണ് ഈ നമ്മുടെ ഹാർബർ കേട്ടോ. ജലാന ഹാർബറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെയും അവസ്ഥക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കുറച്ച് വള്ളക്കാർ കൊണ്ട് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഒരു വള്ളക്കാർ വന്നിട്ട് കണ്ട വളച്ചടിക്കുക. അവർ മെഷീനില്ലാത്ത അടിയാണ് കേട്ടോ. കൈ അടിച്ചിട്ട് വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന സീന് നല്ല രസമുണ്ടാണ്. വള്ളത്തിന് മെഷീനുണ്ട്. പക്ഷേ വലിച്ചു കയറ്റാൻ മെഷീനില്ല. വളരെ സിമ്പിളായിട്ടൊന്നും മെഷീൻ അടിച്ചതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ റോച്ച ഇവിടെ മീനും തപ്പി നടപ്പുണ്ട്. വെള്ളം കലക്കലാണെന്ന് പറയാനുണ്ട്. പക്ഷേ റോച്ച ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് മീൻ പിടിക്കാണ്ട് കയറാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് നമുക്ക് ലൈസൻസ് കിട്ടിയേക്കണേ. ലൈസൻസ് ഇത് ചെല്ലാനത്ത് വന്ന് മീൻ പിടിക്കണതിന് ചെല്ലാനത്ത് ആ നാട്ടുകാരെല്ലാവരും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് അവിടെ വെള്ളം തെളിയുമ്പോൾ വന്നിട്ട് മീൻ പിടിക്കാം അല്ലേ ജനിലെ? അവിടെ നിന്ന് നമുക്ക് നല്ല വലിയ കാളാഞ്ചി വരും. പിന്നെ അടുത്ത ചെല്ലാനത്തെ കാളാഞ്ചി കൊടുത്തായിരിക്കും. അതല്ലേ ചെല്ലാനത്ത് നിന്ന് നമ്മൾ നല്ല നിങ്ങൾ നോക്കിയേ. ചെല്ലാനത്ത് നല്ല നമ്മുടെ ഹാർബറിൻ്റെ അല്ല ആ സ്ഥലത്തിൻ്റെ പേര് വേളാങ്കണ്ണിപ്പള്ളിയുടെ നല്ല ബസ്സാറെന്നാണ്. ബസ്സാറിൻ്റെ അവിടെ നല്ല വലിയ കാളാഞ്ചി കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അവനെ പൊക്കാനായിട്ടായിരിക്കും. ടാറ്റ.